അസ്സലാമു അലൈക്കും. നമ്മെ എല്ലാവരെയും വേദനയിലാഴ്ത്തിയ അബുദാബിയിൽ മരണപ്പെട്ടു പോയ ആ 4 പിഞ്ചോമന മക്കൾ, ആ മക്കൾ മരണപ്പെട്ട വാർത്തയ്ക്ക് താഴെ ബെന്നി ജോസഫ് എന്ന് പറയുന്ന ഒരു ഒന്നാന്തരം ക്രിസംഗിയായ വർഗീയവാദി കുറിച്ച ഒരു കമൻറ്റ് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതിനെക്കുറിച്ച് ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നു. ജാതിമത ഭേദമന്യേ മനസ്സിൽ മനുഷ്യത്വമുള്ള എല്ലാ ജനങ്ങളും കഴിവിൻ്റെ പരമാവധി ആ വർഗീയവാദിയുടെ കമൻ്റ് എടുത്തുകൊണ്ട് മെൻഷൻ ചെയ്തുകൊണ്ട് വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. അത്രത്തോളം വേദനയുളവാക്കുന്നൊരു കമൻ്റായിരുന്നു അത്. ഒരു മനുഷ്യനങ്ങനെ എഴുതാൻ കഴിയില്ല. ആ വർഗീയവാദിയുടെ കമൻറ്റിനെതിരെ പ്രതികരിച്ച എല്ലാവരുടെയും വീഡിയോകൾക്ക് താഴെ അതിലെല്ലാ മതസ്ഥരും ഉണ്ടായിരുന്നു. ഹൈന്ദവരും ക്രൈസ്തവരും മനുഷ്യത്വമുള്ള എല്ലാ മനുഷ്യരും ആ നരാധമനെ എത്രയും വേഗം പിടികൂടണം, തക്കതായ ശിക്ഷ കൊടുക്കണമെന്നായിരുന്നു എല്ലാവരും പറഞ്ഞു വെച്ചത്. എന്നാൽ ഇപ്പോൾ ഒരു സഹോദരൻ, റാഫി എന്ന് പറയുന്ന ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഞാൻ കാണിക്കാം. അപ്പോഴേ സുഹൃത്തുക്കളെ, കുറെ ആൾക്കാർ എന്നോട് വന്ന് ചോദിച്ചാണ് റാഫിക്ക് എന്താ ഇവന്റെ അപ്ഡേറ്റ്. അപ്പൊ സൗദിയിൽ റിയാദിൽ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൃത്യമായിട്ടുള്ള വിവരം തന്നെയാണ്. ഇവരെ ഇന്നലെ തന്നെ പോലീസ് പിടിച്ചെന്നാണ് അറിയുന്നത്. ഓക്കെ, അറിയുന്നതെന്നല്ല, സത്യസന്ധമായ കാര്യം തന്നെയാണ്. പോലീസ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ജീവിക്കാൻ വരുന്ന നാട്ടിൽ വളരെ മാന്യമായിട്ട് ജീവിച്ചു പോവുക, ഇല്ലേ? ഒരു മതവിഭാഗത്തിനെ കളിയാക്കാൻ പാടില്ല, അല്ലെങ്കിൽ മോശപരമായ ഒരു കമന്റ് ഇടാനും പാടില്ല. പ്രത്യേകിച്ച് സൗദി അറേബ്യയിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് ഇസ്ലാമിനെതിരെയൊക്കെ ഇത്തരം കമന്റുകളൊക്കെ ഇടുമ്പോൾ, അല്ലെങ്കിൽ ഒരു 4 പിഞ്ചു മക്കൾ മരിച്ചപ്പോൾ എന്താ പറയുന്നത്? ഏതെങ്കിലും ഒരു മുസൽമാൻ ഇവനെതിരെ എന്തെങ്കിലും പറഞ്ഞു? സൗദി അറേബ്യയിലല്ലേ നീ ജീവിക്കുന്നത്? നിന്റെ കുടുംബം, നിന്റെ മക്കള്, നിന്റെ അമ്മ, അച്ഛൻ, നിന്റെ കുടുംബക്കാരെല്ലാവരും തിന്നുന്നത് അറബ് നാട്ടിലെ പൈസയല്ലേ? ഇനി ആരാ നിന്നെ വന്ന് രക്ഷിക്കുക? ഏതെങ്കിലും ഒരു സാമൂഹിക പ്രവർത്തകൻ വരുമോ? ഒരു മനുഷ്യനും വരൂല. മനസ്സിലായില്ലേ? ഞങ്ങൾ പ്രവാസികളൊക്കെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ കഴിയുന്നവരാണ്. മനസ്സിലായില്ലേ? അവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ഒരുമിച്ച് ഒരു പാത്രം നിന്നുണ്ട് കിടന്നുറങ്ങി കഴിയുന്നവരാണ്. അതിൽ ഒരു പ്രവാസിയും നിന്നെ രക്ഷിക്കാൻ വരുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നീ ചെയ്തത് നിനക്ക് കിട്ടി, അത്രേ പറയാനുള്ളൂ. എന്താ പറയേണ്ടത്? സന്തോഷം പ്രകടിപ്പിക്കുന്നതെന്നല്ല, പക്ഷെ നിന്റെ ആ കമന്റ് കണ്ടിട്ട് ജാതിമത ഭേദമന്യേ എല്ലാവരും പറഞ്ഞതാണ് ഇവനെ എങ്ങനെയെങ്കിലും പിടിക്കണം. അത് തന്നെയാണ് നടന്നത്. പിടിച്ചു. സൗദിയിൽ ജോലി ചെയ്യുന്ന റാഫി എന്ന് പറയുന്ന സഹോദരൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അതിൽ ആ സഹോദരൻ പറഞ്ഞു വെക്കുന്നുണ്ട് റിയാദിലെ പോലീസ് ആ നരാധമനെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ ആ നരാധമനെ എത്രയും വേഗം പിടികൂടാൻ ഒരുപാട് ആഗ്രഹിച്ച മനുഷ്യർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല വാർത്ത. ഏതായാലും അവൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇനി അവൻ പുറംലോകം കാണില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവൻ താമസിക്കുന്നത് ഇന്ത്യയിലല്ല, സൗദി അറേബ്യയിലാണ്. അവിടുത്തെ നിയമങ്ങൾ എന്താണ് എന്നുള്ളത് ഒരുപക്ഷെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. വളരെയധികം കർശനമായ നിയമമുള്ള രാജ്യമാണ് സൗദി അറേബ്യ. ഇതിനു മുമ്പും ഒരുപാട് സംഘികളെയും ക്രിസംഘികളെയും സൗദി അറേബ്യയിലെ ഭരണകൂടം പിടികൂടിയിട്ടുണ്ട്. പ്രവാചകനെ കളിയാക്കിയതിൻ്റെ പേരിൽ, മുസ്ലിമീങ്ങളെ അവഹേളിച്ചതിൻ്റെ പേരിൽ, അങ്ങനെ പല കേസുകളിലായി ഓരോന്നിനെയും എണ്ണി പൊക്കിയിട്ടുണ്ട്. അവന്മാരെല്ലാവരും പുറംലോകം കാണാതെ ഇപ്പോൾ ജയിലിൽ അലമുറയിട്ട് കരയുകയാണ്. ഇതിൽ ഈ സഹോദരൻ പറഞ്ഞതുപോലെ ജോലി ചെയ്യാൻ പോയാൽ ജോലിയുമായി മുന്നോട്ട് പോവുക, അല്ലാതെ ഇതുപോലെയുള്ള വർഗീയതയും വിദ്വേഷവും പറഞ്ഞു നടക്കുകയല്ല വേണ്ടത്. നിങ്ങളൊന്ന് ആലോചിക്കണം ഇവൻ്റെയൊക്കെ മനസ്സ്. ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ നിന്നുകൊണ്ടാണ് മുസ്ലിമീങ്ങൾക്കെതിരെ വർഗീയതയും വിദ്വേഷവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങളുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് അവരുടെ കയ്യിൽ നിന്നും ശമ്പളം വാങ്ങി ആ ശമ്പളം കൊണ്ടാണ് ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബക്കാർക്കുമെല്ലാം തിന്നാനും സുഖിക്കാനുമെല്ലാം കൊടുക്കുന്നത്. എന്നിട്ടോ തനിക്ക് ശമ്പളവും സൗഭാഗ്യങ്ങളും എല്ലാം കിട്ടാൻ കാരണമായ ആ മുസ്ലിം രാഷ്ട്രത്തിൽ നിന്നുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്കെതിരെ വർഗീയതയും വിദ്വേഷവും ഇങ്ങനെ പച്ചയായിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഏതായാലും കിട്ടേണ്ടത് കിട്ടിയപ്പോൾ സമാധാനമായില്ലേ? ഇനി കാലാകാലം ജയിലിൽ കിടക്കാം.